സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഏറ്റവും വലിയ ഒരു സ്കോളർഷിപ്പ് പദ്ധതി ജനറൽ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പൊതുവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അതും 8ാം ക്ലാസ് മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വരെ ധനസഹായം അതും വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന വിദ്യാസമുന്നതി എന്ന് പറയുന്ന സ്കോളർഷിപ്പിലേക്കും അതോടൊപ്പം തന്നെ കോച്ചിങ് അസിസ്റ്റൻസ് സ്കീമിലേക്കുമുള്ള അപേക്ഷകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരും അപേക്ഷ വയ്ക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണിത്. പദ്ധതിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ വീഡിയോയിലൂടെ പറയുകയാണ്. വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പ് നൽകുന്നത് 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ്. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2500 രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക. ഇത് വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്യും. നിലവിൽ പൊതുവിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഏത് വിദ്യാർത്ഥിക്കും ഇതിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ വ്യത്യാസങ്ങളില്ലാതെ അല്ലെങ്കിൽ മറ്റ് ഇതര വിഭാഗങ്ങളിലാണെങ്കിൽ പോലും പൊതുവിഭാഗമാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ആനുകൂല്യം നിശ്ചിത എണ്ണമാണ്, അതായത് ഓരോ സ്കോളർഷിപ്പുകളും നിശ്ചിത എണ്ണമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ മാർക്ക് 70% മുൻപ് പഠിച്ച ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റകൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു വേരിഫിക്കേഷൻ ഫോം ഉണ്ടാകും. ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നമുക്ക് വിദ്യാസമൃദ്ധിയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അത് ഓരോ തലത്തിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി അതോടൊപ്പം തന്നെ +1, +2 തലങ്ങളിലൊക്കെയാണെങ്കിൽ 4000 രൂപയോളം നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഇവിടെയും നമുക്ക് 70% കുറയാതെയുള്ള മാർക്ക് നേടിയിരിക്കണം. ഡിഗ്രി തലത്തിലാണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്കും ധനസഹായമുണ്ട്. അതോടൊപ്പം തന്നെ നോൺ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്കും ധനസഹായമുണ്ട്. ഇവിടെയും 70% കുറയാതെയുള്ള ഗ്രേഡോ മാർക്കോ ഉണ്ടാവണം. കൃത്യമായിട്ട് ഇത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. വാർഷിക വരുമാനം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ വാർഷിക വരുമാനം എല്ലാ വിഭാഗങ്ങൾക്കും, അത് ഈ സ്കോളർഷിപ്പിൽ പറയുന്നത് കുടുംബ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണമെന്നാണ്. എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, കുറഞ്ഞ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിരിക്കും മുൻഗണന നൽകുന്നത്. അവർ ക്വാളിഫൈഡ്, അതായത് കൃത്യമായിട്ട് സർക്കാർ പറയുന്ന നിശ്ചിത % മുൻപ് പഠിച്ച ക്ലാസ്സിൽ നേടിയിരിക്കണം എന്ന് മാത്രം. കുറഞ്ഞ വരുമാനമുള്ളവർക്ക് അപ്പോൾ മുൻഗണന കൂടി ഇതിൽ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഓരോ വിഭാഗങ്ങളിലും നിശ്ചിത എണ്ണം സ്കോളർഷിപ്പുകളാണ്. അത് 1000 ഉണ്ടാകാം, 2000 ഉണ്ടാകാം. ചില സ്കീമുകളിൽ 3000-ന് മുകളിൽ ആളുകൾക്ക് സ്കോളർഷിപ്പിൻ്റെ വിതരണമുണ്ട്. വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ഈ തുക ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഇനി ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ രീതിയിലും സ്കോളർഷിപ്പുകളുണ്ട്. അവിടെയും പ്രൊഫഷണൽ കോഴ്സുകളിൽ നിന്നും നോൺ പ്രൊഫഷണൽ കോഴ്സുകളിൽ നിന്നും തരംതിരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെയൊക്കെ നമുക്ക് പരമാവധി ലഭിക്കുന്നത് ഏകദേശം 10000 രൂപയ്ക്ക് മുകളിലാണ് ധനസഹായം ലഭിക്കുന്നത്. ഇനി അതുമാത്രമല്ല, വിവിധ കോച്ചിങ് അസിസ്റ്റൻസ്, അത് ബാങ്ക് കോച്ചിങ് ആവട്ടെ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ആവട്ടെ, അല്ലെങ്കിൽ അധ്യാപനത്തിന് വേണ്ടിയുള്ള വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാവാം, അതല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങുകളാവാം. അങ്ങനെയുള്ള വിവിധ കോച്ചിങ്ങുകൾക്കും ധനസഹായം ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കോച്ചിങ് അസിസ്റ്റൻസിന് വേണ്ടിയും ധനസഹായത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോഴും ഈ പറയുന്ന രേഖകളെല്ലാം തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥി ഒരു 1 ടൈം രജിസ്ട്രേഷൻ നിർവഹിച്ച ശേഷം ആ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുന്ന രീതിയിലാണ്. നമ്മളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. മുൻപ് ജനുവരി മാസം 20-ാം തീയതിയോടെ അവസാനിക്കുമെന്നായിരുന്നു അറിയിപ്പ്. പക്ഷേ അത് 25-ാം തീയതി ജനുവരി മാസം വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആവശ്യമായതിനാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ താമസമുണ്ടായേക്കാം. അതുകൊണ്ട് എത്രയും വേഗം വിദ്യാർത്ഥികൾ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. രക്ഷിതാക്കളും ഈ കാര്യങ്ങൾ ഒന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. ഈ അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.